നമസ്കാരം. ട്രംപിന്റെ ഓരോ പ്രസ്താവനകളും അതീവ ജാഗ്രതയോടെ ഒപ്പം ഭയത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. സ്വന്തം നിലനിൽപ്പിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ആരെയും കൊല്ലാനും തിന്നാനും മടിയില്ലാത്ത യുദ്ധക്കൊതിയൻ നേതാവായി മാറിയിരിക്കുകയാണ് ട്രംപ്. ഗാസയിലെ സമാധാനവും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് ആഗോള സമാധാന പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് വ്യാഴാഴ്ചയാണ് പ്രഖ്യാപനമുണ്ടായത്. ഹമാസ് ഉടൻ ആയുധം ഉപേക്ഷിച്ചില്ല എങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയെന്നതാണ് അടുത്ത ഞെട്ടിക്കുന്ന വസ്തുത. ഈ പ്രതികരണം വെറും വാചകാക്രമണം എന്നതിലുപരി ട്രംപിന്റെ ദീർഘകാല രാഷ്ട്രീയ സമീപനത്തെയും വിദേശ നയ കാഴ്ചപ്പാടുകളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. മധ്യപൂർവ്വ ദേശത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും തുടർച്ചയായ അക്രമ സംഭവങ്ങളും ആഗോള സുരക്ഷയെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും മേഖലയിലെ സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിലൂടെ ഭാവിയിലെ സംഘർഷങ്ങൾ നിയന്ത്രിക്കാനാവുന്നതാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ട്രംപിന്റെ കാഴ്ചപ്പാടിൽ നേരത്തെ തന്നെ കർശനമായ സന്ദേശം നൽകുന്നത് വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന വിശ്വാസമാണ് പ്രധാനമായും പ്രകടമാകുന്നത്. ഈ പ്രസ്താവനയ്ക്ക് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൂടി പ്രാധാന്യമുണ്ട് എന്നതാണ് നിരീക്ഷകരുടെ പക്ഷം. സുരക്ഷയും ഭീകരവാദത്തിനെതിരായ നിലപാടുകളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ചർച്ചയാവുന്ന വിഷയങ്ങളാണ്. ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവെന്ന ഇമേജ് ഉറപ്പിക്കാൻ ഈ പ്രസ്താവന സഹായിക്കുമെന്ന് ട്രംപിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷയെ മുൻനിർത്തിയുള്ള പ്രസ്താവനകൾ പൊതുജനങ്ങളിൽ പ്രതികരണം സൃഷ്ടിക്കുന്നതായി മുൻ അനുഭവങ്ങൾ കാണിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ മുന്നറിയിപ്പിനെ വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് വിലയിരുത്തുന്നത്. ചില സഖ്യരാജ്യങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുള്ള ഉറച്ച പിന്തുണയായി ഇതിനെ കാണുമ്പോൾ ചിലർ ഈ തരത്തിലുള്ള കർശന പ്രസ്താവനകൾ സംഘർഷം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമോ എന്ന് ആശങ്കപ്പെടുന്നു. എന്നിരുന്നാലും ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ പൊതുവായ അംഗീകാരം നിലനിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകും. മധ്യപൂർവ്വദേശത്തെ അസ്ഥിരത ആഗോള എണ്ണ വിപണികളെയും വ്യാപാര ബന്ധങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കുന്നു. ട്രംപിന്റെ കാഴ്ചപ്പാടിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് സാമ്പത്തിക സ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന ധാരണ വ്യക്തമാണ്. ശക്തമായ നടപടികളിലൂടെ ദീർഘകാല അനിശ്ചിതത്വം ഒഴിവാക്കാനാകുമെന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഹമാസ് വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ മുൻകാല നടപടികളുമായി സാമ്യമുള്ളതാണെന്ന് രാഷ്ട്രീയ വിശകലർ ചൂണ്ടിക്കാണിക്കുന്നു. മുൻകാലത്തെ ഭീകര സംഘടനകളെ നേരിടാൻ കർശന നടപടികൾ സ്വീകരിച്ചതും സൈനിക ശക്തി പ്രദർശിപ്പിക്കാൻ മടിക്കാത്തതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയായി അറിയപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് വിലയിരുത്തപ്പെടുന്നത്. അത് ഒരേ സമയം പ്രതിരോധവും മുന്നറിയിപ്പുമാണ്. എന്നാൽ എല്ലാത്തിലും ട്രംപ് ഒളിപ്പിച്ചു വെക്കുന്നത് തന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഉന്നമനം തന്നെയാണെന്ന കാര്യം അരക്കിട്ടുറപ്പിച്ചു പറയാൻ കഴിയും. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ ഭാവി ദിശ എന്താകുമെന്ന് വ്യക്തമല്ല എങ്കിലും ഈ തരത്തിലുള്ള പ്രസ്താവനകൾ അന്താരാഷ്ട്ര ചർച്ചകളെ ശക്തമാക്കുന്നു എന്നത് ഉറപ്പാണ്. സമാധാന ശ്രമങ്ങളും സൈനിക നിലപാടുകളും തമ്മിലുള്ള സങ്കീർണമായ തുലനം വീണ്ടും ആഗോള ശ്രദ്ധയിൽപ്പെടുകയാണ്. ട്രംപിന്റെ പ്രസ്താവന ഈ വിഷയത്തിൽ അമേരിക്ക എങ്ങനെയൊരു സമീപനം സ്വീകരിക്കണമെന്ന് സംബന്ധിച്ചുള്ള വലിയ സംവാദത്തിന്റെ ഭാഗമായാണ് മാറുന്നത്. മൊത്തത്തിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് ഇത് പിന്തുണയും വിമർശനവും ഒരുപോലെ ഉയർത്തുന്നുണ്ടെങ്കിലും മധ്യപൂർവ്വദേശത്തെ സംഭവ വികാസങ്ങളിൽ ഈ നിലപാട് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് വരാനിരിക്കുന്ന കാലഘട്ടത്തിലാണ് വ്യക്തമാവുക.